ശ്രീ ജി വി ഹരി, എന്താണ് പാർട്ടിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഗവൺമെന്റ് പ്ലീഡർ നിയമന വിഷയത്തിലാണല്ലോ അവസാനമായിട്ട് വിവാദം വന്നത്. അതിൽ KSUക്കാർ പറഞ്ഞതിൽ എന്ത് തെറ്റാനുള്ളത്? KSUക്കാർ മാത്രമല്ല, മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പോലും ഇക്കാര്യത്തിൽ അഭിപ്രായ പ്രകടനം നടത്തുകയുണ്ടായി. ഇപ്പോൾ ജിൻഡോ ജോണിനെ പോലെ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ചാനൽ ചർച്ചകളിലും സജീവമായി നിൽക്കുന്ന ആൾ, അദ്ദേഹവും വിമർശനം ഉന്നയിക്കുകയുണ്ടായി. ഇതൊക്കെ എന്തുകൊണ്ട് മുഖവിലേക്കെടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല എന്ന ചോദ്യം ഉണ്ടല്ലോ. അതോ ഇവിടെ അങ്ങനെ പറയുമ്പോൾ ഇത് KC വേണുഗോപാലിന്റെ പെട്ടിതൂക്കികളാണ് ഇത്തരം വിമർശനം ഉന്നയിക്കുന്നത് എന്നുള്ള മറുപടിയാണോ സാമൂഹ്യ മാധ്യമങ്ങളിൽ നൽകുന്നത്? അത് ശരിയാണോ? അത് നോക്കൂ, ഇതിനകത്ത് നമ്മൾ ആദ്യം കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 10 വർഷക്കാലം CPM, കേരളം ഭരിച്ച CPM എന്തുകൊണ്ട് പ്രതിപക്ഷത്തായിപ്പോയി എന്ന് ചോദിച്ചാൽ, അവിടെ തിരുത്തൽ ശക്തികളായി അവരുടെ ഒന്നും പോഷക സംഘടനകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ആളുകളോ ഒന്നും നമ്മൾ പറയാറില്ലേ, തിരുവായി ഇല്ലാത്ത ഒരവസ്ഥയായിരുന്നു. ഞങ്ങളുടെ പാർട്ടിയിൽ ഒരുപാട് ജനാധിപത്യമുണ്ടെന്ന് ഞങ്ങൾ എപ്പോഴും അഭിമാനത്തോടു കൂടി പറയാറുണ്ട്. അത് ഞങ്ങളുടെ നേതാക്കന്മാർക്ക് അഭിപ്രായം പറയാം, അണികൾക്ക് അഭിപ്രായം പറയാം. ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനകത്ത് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാവാം. ഒരു കാര്യത്തിലേക്കുള്ളൊരു തീരുമാനമെടുക്കുമ്പോൾ ഒരു കാര്യത്തിൽ ഒരാളുടെ ഒരു അപ്പോയിൻമെൻറ്റിലായിക്കോട്ടെ, അതിനകത്ത് ഒരുപാട് ആളുകളെ പരിഗണിക്കാം. ഇതൊക്കെ ജനാധിപത്യ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ്സിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനകത്ത് നിങ്ങൾക്കറിയാവുന്നതുപോലെ ഈ ഗവൺമെൻറ് പ്ലീഡർ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനമായി പുറത്തിറങ്ങിയിട്ടുള്ള ആ ഒരു ഉത്തരവിൽ 2 പ്രധാനപ്പെട്ട നേരത്തെ SFIയിൽ പ്രവർത്തിച്ചിരുന്ന AVPയിലുണ്ടായിരുന്ന 2 പേരുടെ പേരുകൾ വന്നപ്പോൾ അത് ചൂണ്ടിക്കാണിക്കുക എന്ന് പറയുന്നത് KSU എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. കാരണം അവർ ആ കാലത്ത് 2015-2019 കാലയളവിൽ പ്രവർത്തിച്ചിരുന്ന ആ സമയത്ത് SFIയിലുണ്ടായിരുന്ന ആളുകളാണ് ഇവർ 2 പേരും. ഇപ്പോൾ അവർക്ക് ലോയേഴ്സ് കോൺഗ്രസ്സിന് അംഗത്വം ഉണ്ട് എന്നുള്ളത് മറ്റൊരു വിഷയം. അപ്പോൾ അതവർ ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ അതൊരു ചൂണ്ടിക്കാണിക്കും. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, അങ്ങനെ ദാർഢ്യത്തോടു കൂടി പോകുന്നൊരു മുഖ്യമന്ത്രിയായിരുന്നെങ്കിൽ നേരത്തെ പല കാര്യങ്ങൾ 2-3 കാര്യങ്ങൾ തിരുത്തൽ വരുത്തിയല്ലോ. നേരത്തെ ഇതുപോലെ തന്നെ ഗവൺമെൻറ് പ്ലീഡർമാരെ അപ്പോയിൻറ്റ് ചെയ്തപ്പോൾ 2 പ്രധാനപ്പെട്ട ആളുകളെ റിസൈൻ ചെയ്യാൻ മുഖ്യമന്ത്രി തന്നെ ആവശ്യപ്പെട്ട് റെസിഗ്നേഷനിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കാര്യത്തിനകത്തും ഇത്തരത്തിലൊരു കാര്യം തെറ്റ് ചൂണ്ടിക്കാണിച്ചപ്പോൾ അതിൻ്റെ പരിഹാരം ഉണ്ടാവുന്നതിനാണ് ഞങ്ങളുടെ വിശ്വാസം. പക്ഷേ അതിൽ മുഖ്യമന്ത്രി നൽകിയ വിശദീകരണം താങ്കൾ ശ്രദ്ധിച്ചുവല്ലോ. അതിലൊന്ന് KSUവിന് എന്താണ് ഇത്തരത്തിലുള്ള നിയമനങ്ങൾ കാര്യം എന്ന കാര്യം അദ്ദേഹം KSUവിൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ ഉന്നയിക്കുകയുണ്ടായി. അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ മുൻപ് പല പാർട്ടികളിലും പ്രവർത്തിച്ചിട്ടുള്ള ആളായിരിക്കും, പല ആശയധാരയിലും ഉള്ള ആളുകളായിരിക്കും. പക്ഷേ പിന്നീട് അത് കോൺഗ്രസിലേക്ക് അവർ വന്നിട്ടുണ്ടല്ലോ, പല കാര്യങ്ങളിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, പല ആളുകളുടെ കാര്യത്തിലും. ഇതാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. മുമ്പ് എങ്ങനെയായിരുന്നുവെന്ന് നോക്കേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ആരാണെന്ന് നോക്കിയാൽ മതിയെന്ന്. പക്ഷേ അത് KSUവിന് സമ്മതിക്കാൻ പറ്റുന്നില്ലല്ലോ, അതുപോലെ തന്നെ ഈ വിമർശനം ഉന്നയിക്കുന്നവർക്കും പറ്റുന്നില്ലല്ലോ. നോക്കൂ, ഇതിനകത്ത് മഞ്ജുഷേ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആളല്ല. അദ്ദേഹം KSUയിലൂടെ കടന്നു വന്നത്. KSUകാരനായിരുന്നു. അദ്ദേഹം യൂത്ത് കോൺഗ്രസ് പ്രവർത്തിച്ചു. അദ്ദേഹം അതോടൊപ്പം തന്നെ നമുക്കറിയാവുന്നതുപോലെ MLA ആയി, KPCCയുടെ ഭാരവാഹിത്വത്തിലേക്ക് വന്നു, അങ്ങനെ AICCയുടെ ഭാരവാഹിത്വത്തിലേക്ക് വന്നു. എല്ലാ സംഘടനാ തലത്തിലൂടെയും കടന്നു വന്ന ഒരാളാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ഇപ്പോൾ ഇരിപ്പുള്ളത്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളൊക്കെ പല കാര്യങ്ങളും പരിഗണിക്കണം. ഇപ്പോൾ അദ്ദേഹം ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ്, കേരള സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു പാർട്ടിയുടെ ഒരു സംവിധാനത്തിൽ മാത്രം നിന്ന് പ്രവർത്തിക്കുന്ന ആളല്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇതര രാഷ്ട്രീയ പാർട്ടികളുണ്ട്, വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്കറിയാവുന്നതുപോലെ ഹിന്ദു ഐക്യമുന്നണിയുടെ നേതാക്കന്മാർ അദ്ദേഹത്തെ കാണണമെന്ന് ആവശ്യപ്പെട്ടു. അദ്ദേഹം അതിന് സമ്മതിച്ചു. അദ്ദേഹം ആരെയൊക്കെ അദ്ദേഹത്തെ കാണണമെന്ന് പറഞ്ഞാലും കാണാൻ അദ്ദേഹം അതിലൊരു തെറ്റുമില്ല. ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കളെ കാണുന്നതിൽ എന്താണ് തെറ്റ്? അദ്ദേഹം കാണുകയും ചെയ്തു, അദ്ദേഹം അത് പറയുകയും ചെയ്തു. പക്ഷേ അതേസമയത്ത് മറ്റൊരു കാര്യമാണ്, PM നിയാസ്, KPCC ജനറൽ സെക്രട്ടറിയാണ്. നിയാസ് ഉന്നയിച്ച കാര്യം പ്രസക്തമായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് ഒരു സംഘപരിവാർ ബന്ധമുള്ളയാളെ നിയമിക്കുന്നത് ചൂണ്ടിക്കാണിക്കുകയായിരുന്നു ഉണ്ടായത്. നിയാസിനെ കാണാൻ പോലും അദ്ദേഹം കൂട്ടാക്കിയില്ല. നിയാസ് പരസ്യമായിട്ട് പറയുകയുണ്ടായി, ഞാൻ സമയം ചോദിച്ചു, അദ്ദേഹം തന്നില്ല എന്ന്. ഇന്നേ വരെ സമയം കൊടുത്തിട്ടില്ല. അലോഷ്യസ് സേവ്യർ KSU സംസ്ഥാന പ്രസിഡന്റാണ് ഈ GP നിയമന വിഷയം ചൂണ്ടിക്കാണിച്ചത്. അദ്ദേഹത്തെ സംസാരിക്കാനോ അദ്ദേഹത്തെ കണ്ട ഭാവം നടിക്കുവാനോ മുഖ്യമന്ത്രി VD സതീശൻ തയ്യാറായിട്ടില്ല. അപ്പോൾ എന്താണ് മുഖ്യമന്ത്രി VD സതീശന്റെ മുഖഭാവം, അദ്ദേഹത്തിന്റെ പ്രവൃത്തി, ഇതെല്ലാം വ്യത്യസ്തമാണ്. വ്യത്യസ്തമാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഈ പിണറായി വിജയനിൽ നിന്ന് വ്യത്യസ്തമാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ഒട്ടുമായിട്ടില്ല. അത് തന്നെയാണ് കോൺഗ്രസ് മുഖ്യമന്ത്രിമാരിൽ നിന്നും വ്യത്യസ്തനാണ്. നോക്കൂ, ഞാൻ അതാണ് പറഞ്ഞു വന്നത്. അപ്പോൾ അദ്ദേഹം ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരുപാടായിട്ട് കാര്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. ആ കാര്യങ്ങൾ അദ്ദേഹം പരിഗണിച്ചിട്ടായിരിക്കും പല തീരുമാനങ്ങളിലേക്കും അദ്ദേഹം എത്തുന്നത്. പക്ഷേ അതേസമയം ഒരു പാർട്ടിയുടെ
ടിക്കറ്റിൽ മത്സരിച്ച് MLA ആയി ഇപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഒരാൾ സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, പോഷക സംഘടനകളുടെ നേതാക്കന്മാർ കാണണം എന്ന് ആവശ്യപ്പെടുമ്പോൾ ഉടൻ തന്നെ അദ്ദേഹത്തിന് സമയം കൊടുത്തില്ലെങ്കിൽ പോലും അദ്ദേഹം കാണേണ്ടതായിരുന്നു എന്ന അഭിപ്രായം തന്നെയാണ് ഞങ്ങൾക്കെല്ലാം ഉള്ളത്. അപ്പോൾ അത്തരത്തിൽ ഒരു കാര്യത്തിനകത്ത് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം തിരുത്തി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജിൻഡോ ജോണിന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. ജിൻഡോ ജോൺ സോഷ്യൽ മീഡിയയിൽ തുടർച്ചയായിട്ട് ഇത്തരത്തിൽ പോസ്റ്റുകൾ ഇടുന്നുണ്ട്. ഓരോ വിഷയത്തിലും അദ്ദേഹം തന്റെ അഭിപ്രായം പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തെ ചാനൽ ചർച്ചകളിലെ പാനലിൽ നിന്ന് മാറ്റണം, ചാനൽ ചർച്ചകളിൽ വിടരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാജു പി നായർ, അദ്ദേഹവും ആ പാനലിൽ ഉള്ളയാളാണ്, സതീശൻ പക്ഷമാണ്, അദ്ദേഹം കത്ത് നൽകിയിരിക്കുകയാണ് KPCC പ്രസിഡന്റിന്. ഇതേക്കുറിച്ച് കൂടി കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.